ഡോക്ടർ പറയുന്നത് 5 അല്ല എത്ര വർഷക്കാലം വേണമെങ്കിലും ആ കത്രിക അവരുടെ വയറിനകത്തിരുന്നാൽ യാതൊരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. എത്ര നിരുത്തരവാദിത്വപരമായിട്ടാണ് അന്ന് ആ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്ത അവിടുന്ന് റിട്ടയർ ആയ ഡോക്ടർ എന്ന് പ്രസ്താവന നടത്തുന്നത്. ഇവർക്കെല്ലാം ഇങ്ങനെ പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആരോഗ്യ മേഖലയെ പരിപൂർണമായി തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണെന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പുറത്തു വന്ന വാർത്ത, കഴിഞ്ഞ 5 വർഷക്കാലമായി തൊഴിലുറപ്പ് തൊഴിലാളിയായ ഉഷ എന്ന സ്ത്രീ അവർ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടത്തിയ ഒരു ശസ്ത്രക്രിയയുടെ ഭാഗമായി 5 വർഷക്കാലമായി അവരുടെ ശരീരത്തിനകത്ത് വയറിനകത്ത് ഒരു കത്രിക കുടുങ്ങി അതുമായി ജീവിക്കേണ്ടി വന്ന വേദനകളെ സംബന്ധിച്ചിട്ടാണ് ഇന്നലെ പുറത്തു വന്ന വാർത്ത. ഇത് ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഈ സംസ്ഥാനത്തിനകത്ത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അനാരോഗ്യം ഏറ്റവും കൂടുതലായി പ്രകടമാകുന്നത് ആരോഗ്യ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിലാണ്. സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനങ്ങളുള്ളൊരു സംസ്ഥാനം എന്ന നിലയ്ക്കാണ് നമ്മൾ അറിയപ്പെട്ടിരുന്നത്. നമ്പർ 1 ആണ് എന്നാണ് നമ്മളെല്ലാം ഏത് സർക്കാരിൻ്റെ കാലഘട്ടത്തിലും പറഞ്ഞിരുന്നതെങ്കിൽ കേരളത്തിൽ ഇടതുമുന്നണിയുടെ കാലഘട്ടത്തിൽ നമ്പർ 1 ആയിരുന്ന ആരോഗ്യ മേഖല നമ്പർ 0 ആയി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കാണാൻ വേണ്ടി സാധിക്കുക. ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഉഷയുടെ അവസ്ഥയാണെങ്കിൽ തന്നെ 5 വർഷക്കാലമാണ് ആ ചികിത്സാ പിഴവിൻ്റെ ഭാഗമായി അവർ വേദന നിന്ന് അനുഭവിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത്. അവർ കയറിയിറങ്ങാത്ത ആശുപത്രികളില്ല. ഇതിൻ്റെ ഭാഗമായ ആ ചികിത്സാ പിഴവ് ഇന്നലെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ പോലും ഡോക്ടർ പറയുന്നത് 5 അല്ല എത്ര വർഷക്കാലം വേണമെങ്കിലും ആ കത്രിക അവരുടെ വയറിനകത്തിരുന്നാൽ യാതൊരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. എത്ര നിരുത്തരവാദിത്വപരമായിട്ടാണ് അന്ന് ആ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്ത അവിടുന്ന് റിട്ടയർ ആയ ഡോക്ടർ എന്ന് പ്രസ്താവന നടത്തുന്നത്. ഇവർക്കെല്ലാം ഇങ്ങനെ പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കേരളത്തിൽ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവം മാത്രമായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കില്ലല്ലോ. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ചികിത്സയ്ക്കിടയിൽ ഗർഭസ്ഥ ശിശു മരിച്ച സംഭവം 1-2 ദിവസങ്ങൾക്ക് മുമ്പാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അവിടെ ഗർഭസ്ഥ ശിശു മരിച്ചതിൽ ചികിത്സാ പിഴവുണ്ടായെന്ന് മാത്രമല്ല, ആ ഡോക്ടർ അവരുടെ ബന്ധുക്കളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതടക്കമുള്ള ആരോപണങ്ങൾ പുറത്തു വന്നു. 2017 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷനയുടെ വേദനകൾ നമ്മളെല്ലാം നിരന്തരമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒന്നാണ്. 5 വർഷക്കാലം അവർ അതിൻ്റെ ഭാഗമായി പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട ഒരു തുടർ ചികിത്സ പോലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഏർപ്പാടാക്കാൻ സർക്കാരിനെ സംബന്ധിച്ച് സാധിച്ചില്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പോയ യുവതിയുടെ കൂട്ടിവയ്പ്പുകാരിയായി പോയ അമ്മ കെട്ടിടം തകർന്നു വീണ് മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കഴിഞ്ഞ നവംബറിലാണ് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കൊല്ലം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് റെഫർ ചെയ്ത കൊല്ലം പന്മന സ്വദേശിയായ വേണു, ഓട്ടോറിക്ഷ തൊഴിലാളിയായ വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്ത് കൃത്യമായ സമയത്ത് മതിയായ ചികിത്സ ലഭിക്കാത്തതിൻ്റെ പേരിൽ ഹൃദ്രോഗ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അഡ്മിറ്റായ വേണു മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. DMOയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അത് താലൂക്ക് ആശുപത്രി മുതൽ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്കും ജില്ലാ ആശുപത്രിയിൽ നിന്ന് പിന്നീട് മെഡിക്കൽ കോളേജിലേക്കും റെഫർ ചെയ്യപ്പെട്ട കേസാണ്. ആശുപത്രികളിലെ ചികിത്സാ പിഴവാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായത് എന്ന് DMOയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്ന സാഹചര്യമുണ്ടായി.